നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ഉമാദത്തിന് വിശ്വാസം. നിങ്ങൾ ഞങ്ങളെ ചതിക്കില്ലെന്നും നിങ്ങളുടെ അന്വേഷണം നീങ്ങുന്നത് ശരിയായ ദിശയിലാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ മാഡം, ശ്രീനിവാസൻ സാറും സ്വാമിനാഥൻ ഡോക്ടറും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. അതൊന്നും കേട്ട് ഉമാദത്തൻ മനസ്സ് മടിക്കണ്ട. ഇപ്പൊ പോകുന്ന വഴിയിൽ തന്നെ മുന്നോട്ട് പോണം. മറ്റാരേക്കാളും നന്നായി ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രം. കാരണം ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇത് വെറും ഒരു കേസല്ല, തൊട്ടാൽ ചോര പൊടിയുന്ന സെൻസിറ്റീവായ ജീവിതത്തിന്റെ ഒരു അധ്യായമാണ്. കുറ്റവിചാരണ നടത്തി ആരെ ശിക്ഷിക്കാനുമല്ല, അകറ്റാനല്ല, അടുപ്പിക്കാനും കഴിയുമെങ്കിൽ ഒന്നിച്ചൊരു ജീവിതം കൊടുക്കാനുമാ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ടത്. മാഡം, ആദിത്യനോട് എനിക്കൊരു പിണക്കവും ഇല്ല. അവനതിന് കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. സ്നേഹിക്കുന്നത് ഒരു കുറ്റമല്ലല്ലോ. അവര് സ്നേഹിച്ചോട്ടെ. ദൈവം ഒന്നിപ്പിച്ച മനസ്സുകളെ മനുഷ്യരായി വേർപെടുത്താൻ ഇവിടെ ആർക്കും ആഗ്രഹമില്ല. പക്ഷേ അവർക്കത് ബോധ്യപ്പെടണം. കഴിഞ്ഞതെല്ലാം മറന്ന് സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു വരണം. പിന്നെ അവര് വരുമ്പോ അവർക്ക് ജീവിക്കാൻ ശാന്തമായൊരു അന്തരീക്ഷം നമ്മളും ഉണ്ടാക്കണം. അല്ല മാഡം, പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ കേട്ടിട്ടും ഉമാദത്തിന് മനസ്സിലായില്ലേ? പ്രായപൂർത്തിയായ ആണും പെണ്ണുവാ ആദിത്യനും പൂജയും. നിയമപരമായി ഇതുവരെ അവര് വിവാഹം കഴിച്ചില്ലെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണമെന്ന്. മായ എവിടെ പോയിരുന്നു? ഒരു ഒഫീഷ്യൽ മീറ്റ് ഉണ്ടായിരുന്നു. ആ ഉമാദത്തിനുമായിട്ട് അല്ലേ? താൻ എന്താ വിചാരിച്ച? ഞാനൊന്നും അറിയില്ലെന്നോ? ഭാര്യയാണ് ലോകമെന്ന് പ്രഖ്യാപിച്ച് അവള് പറയുന്നത് മാത്രം വിശ്വസിച്ച് അവളുടെ നിഴലിലൊളിക്കുന്ന ഒരു കുഞ്ഞിരാമനാണ് ഞാനെന്നോ? ലാൻഡ് റവന്യൂ കമ്മീഷണർ NL ശ്രീനിവാസൻ IASന്റെ നെറ്റ്വർക്ക് എന്താണെന്ന് സ്വന്തം ഭാര്യയെങ്കിലും മനസ്സിലാക്കിയിരിക്കട്ടെ. നാണമില്ലേ ശ്രീനി നിങ്ങൾക്ക് ഇങ്ങനെ തരം താഴാൻ? നിങ്ങൾ ഇപ്പൊ ഉപയോഗിച്ചത് ഒരു ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നെറ്റ്വർക്ക് അല്ല, സംശയരോഗിയായ ഒരു ഭർത്താവിന്റെ ഡേർട്ടി കോംപ്ലക്സാ. അലറണ്ട. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആണുങ്ങള് IAS എന്താ, IPS എന്താ, അടിസ്ഥാന സ്വഭാവം മാറ്റാൻ ദൈവം തമ്പുരാന് പോലും പറ്റില്ല. ഭാര്യയുടെ അബദ്ധ സഞ്ചാരം അന്വേഷിക്കാൻ രഹസ്യക്കാരനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഭർത്താവാണത്രേ, ഭർത്താവ്. കയ്യാങ്കളി വേണ്ട. IAS ഓഫീസർ ആയതുകൊണ്ടല്ല, ആത്മാഭിമാനമുള്ള ഒരു അമ്മയായതുകൊണ്ട്. ഞാൻ ഉമാദത്തിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് രണ്ടുപേർക്കും കൂടിയാ. പൂജ എന്റെ മാത്രം മകളല്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെ മാത്രം ചോരയുമല്ല. പിന്നെ ഈ പറഞ്ഞ ഉമാദത്തൻ കേസ് അന്വേഷിക്കുന്ന വെറും ഒരു പോലീസ് ഓഫീസർ മാത്രമല്ല, ആദിത്യന്റെ ബ്രദർ ഇൻ ലോ കൂടിയാ. നാളെ നമുക്ക് അയാളെ കാണേണ്ടി വരും. വെറുപ്പിക്കാൻ എളുപ്പോ, ചേർത്ത് പിടിക്കാനാ പാട്. പിടിച്ചോ, ആരെ വേണമെങ്കിലും ചേർത്ത് പിടിച്ചോ. ഒന്നിനും എന്നെ കൂട്ടണ്ട. ആമേ, നിനക്കെന്നോട് പരിഭവമാണോ?
ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം ഞാൻ ആരെയും നോവിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നൊന്തല്ലോ, എനിക്ക് എന്റെ ദത്തേട്ടനെ കാണണം. ഏ, ഈ രാത്രിയിലോ? അതെ. മുത്തശ്ശി ആദ്യം സ്നേഹിക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. സ്നേഹിച്ചോളൂ, എങ്ങനെ വേണമെങ്കിലും സ്നേഹിച്ചോളൂ. പക്ഷെ അതിന്റെ പേരിൽ മറ്റുള്ളവരെ ഇങ്ങനെ ക്രൂശിക്കരുത്. മോളെ, എന്റെ അനുജന് എനിക്ക് ജീവനാ. പക്ഷെ മുത്തശ്ശി ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയ അവനോട് കാണിക്കുന്ന ഈ അമിത സ്നേഹം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ പേരില് മുത്തശ്ശി കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞങ്ങൾ സഹിക്കണമെന്ന് പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവളെ കണ്ടിട്ടില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? അതിന്റെ പേരിൽ ഞാനിവിടെ കാട്ടിക്കൂട്ടുന്നതെല്ലാം സഹിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അവനെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നിനക്ക് എന്നു മുതലാ തോന്നി തുടങ്ങി? ചെമ്പകശ്ശേരിയിലെ ജയശങ്കിനി അമ്മ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല. നീ പറഞ്ഞില്ലേ, ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ആ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു, അവൾക്ക് വേണ്ടി വാദിക്കുന്നു. കണ്ടതും കാണാത്തതും ഒന്നും എനിക്ക് വിഷയമല്ല. ഉമാദത്തനെ ഞാൻ കണ്ടിട്ടാണോ നിന്റെ വിവാഹം ഉറപ്പിച്ചേ? നീ വന്ന് പറഞ്ഞു നിനക്കൊരാളെ ഇഷ്ടമാണെന്ന്. അടുത്ത ദിവസം തന്നെ അയാൾ ആരാണെന്ന് ഞാൻ പോയി അന്വേഷിച്ചു. യോഗ്യനാണെന്ന് ബോധ്യപ്പെട്ടപ്പോ കുടുംബക്കാരോട് സംസാരിച്ച് കല്യാണവും നടത്തി. ആ ഒരു നീതി മാത്രമേ ഞാൻ ആദ്യോടും കാണിച്ചിട്ടുള്ളൂ. ആ ഒരു നീതിയോ? അതുപോലെയാണോ ഇത്? ദത്തേണ്ണ വേണ്ടെന്ന് അന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ബന്ധം ഞാൻ അന്നേ വേണ്ടെന്ന് വെക്കുമായിരുന്നു. ഇവൻ ആലോചിക്കാൻ പോലും നിന്നില്ലല്ലോ. നിർത്തടി, വാ ഇങ്ങോട്ട്. മുത്തശ്ശി വാ. എന്താ എന്താ മുത്തശ്ശി? ആദിയുടെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞേ? ദാ നീയും കണ്ടോ? ഈ മുഖത്ത് നോക്കി ഇവളെ തള്ളി പറയാൻ നിനക്ക് പറ്റുമോ ആമി?